പോലൊരാളാന്ന് തോന്നി. തോന്നിയതല്ല, ഇപ്പം ഏകദേശം എനിക്ക് ഉറപ്പാണ്. ചേട്ടന് തിരിച്ചെന്ത് തോന്നിയത്? ഇയാള് കൊള്ളാലോ, നമ്മളുടെ പാർട്ട്ണറായിട്ട് വന്നു കഴിഞ്ഞാൽ കലക്കും എന്ന് തോന്നാനുള്ള കാര്യം എന്തൊക്കെയാ? ഫസ്റ്റിലെ നമ്മൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതെല്ലാം നല്ല ഒരു വഴക്കിലൂടെയും ഉടക്കിലൂടെയും അടിയിലൂടെയാണ്. അപ്പോഴേക്കും നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ ഒരു മാറ്ററിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം ഈ മിന്നല് പിടിയൊക്കെ പോലെ തമ്മിലടിയും തെറിച്ചു അതുപോലെയൊക്കെ. പക്ഷെ പിന്നീട് വന്നപ്പോഴേക്കും ഒറിജിനൽ ക്യാരക്ടറും കാര്യങ്ങളും അതൊന്നും അല്ല. അതായത് നോർമലി ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെയാണോ ആ രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ്. പിന്നെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് എല്ലാവരും റിയാക്ട് ചെയ്യുമല്ലോ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇച്ചിരി ദേഷ്യം കൂടുതലാണോ? ശരി, ആവശ്യം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത്, സകലം വരുന്നത്. ഒരു പടിക്ക് മേളിൽ ഞാൻ നിൽക്കും. എന്നെക്കാട്ടും എനിക്ക് ദേഷ്യം കൂടുതൽ ആൾക്കാരാണ്. നോർമലി നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആദ്യം സോഫ്റ്റ് ആയിട്ട് പറയും, പിന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ഷമിക്കും. പിന്നെ അതുമല്ല അതിന് മീതെ എന്ന് പറയുമ്പോഴേക്കും പിന്നെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അതിന് വെള്ളം നമ്മളങ്ങ് കിടപ്പും അവിടെ നമ്മുടെ ഒരു ഡോമിനേഷൻ തന്നെയായിരിക്കും. പെട്ടെന്നല്ല വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. പെട്ടെന്ന് ദേഷ്യം വരുമ്പോ സൈലന്റാവും, അതല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ സൈലന്റ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തൊരു ചാൻസ് വരുമ്പോഴേക്കും തിരിച്ചു വരും. കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യപ്പെടത്തില്ല. ഞാനിങ്ങനെ ഓരോന്ന് ചോർന്നോണ്ടിരിക്കും. ചില സമയത്ത് ചിലത് എനിക്ക് ഫീലായി എനിക്കത് തീരുന്ന വരെ പറഞ്ഞോണ്ടിരിക്കണം. ആദ്യം ഭയങ്കര ക്ഷമയുണ്ട്, കേട്ടോണ്ടിരുന്ന് പിന്നെയും കയ്യിൽ നിന്ന് പോകുമ്പോ മാത്രം ദേഷ്യ. പിന്നെ ഞാനങ്ങ് സൈലന്റ് ആവും. ഒരാള് വയലന്റ് ആവുമ്പോ ഒരാള് സൈലന്റ് ഓക്കെ. ഇനി ചേച്ചി ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ ഒരു തഗ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ തഗ്ഗ ഇനി പറയാൻ പോകുന്നേ. സ്വർണ്ണം ഒരു മുതൽക്കൂട്ടല്ലേ? മുതൽക്കൂട്ടിക്കോ? സ്വന്തം കാലിൽ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് മുതൽക്കൂട്ടിക്കോ? അച്ഛന്റെയും അമ്മയുടെയും അധ്വാനം കഴുത്തിലും കാലിൽ ഇട്ടിട്ട് എങ്ങനെ അഭിമാനിക്കുന്നേ? അത് പറയാനുണ്ടായ സാഹചര്യമാണോ? സാഹചര്യം കുറെ കമന്റുകൾ വായിച്ചതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് വായിക്കുമ്പോഴത്തേക്കും ആദ്യമൊന്നും ഞാൻ വായിക്കത്തില്ല. പൊതുവേ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയുടെ ഇതിന് റിയാക്ട് ചെയ്യുന്ന കുറവ്. പക്ഷെ ഞാൻ ഇത് ഈ ഒരു കേസിൽ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചെന്നറിയാം, ഇത് കുറെ പേർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അത് നല്ലൊരു കാര്യമല്ലേ. പക്ഷെ ഞാൻ ഇത് ചെയ്തപ്പോൾ ആണുങ്ങളുടെ സൈഡിനെക്കാട്ടിൽ കൂടുതൽ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന എല്ലാരെയും അല്ല, ഞാൻ ജനറലൈസ് ചെയ്തല്ല പറയുന്നത്, ഒരു കൂട്ടം ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് എനിക്ക്, പക്ഷെ ന്യൂജൻ പിള്ളേരൊന്നും അല്ല വന്നത്, ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ്. എന്താണിത്, ഗോൾഡ് ഇടണം, ഇവൾ ഇത്രയും നാളുണ്ടാക്കിയ സീരിയലിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ എന്തിയേ, പിശുക്കാണോ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഈ നമ്മുടെ നാട്ടില് ഇത് മാറാൻ പോണില്ല, കാരണം പെണ്ണുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇതാ മനസ്സിലായി. അപ്പൊ എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ഈ ഗേൾസ് എന്താ ഇങ്ങനെ പെരുമാറുന്നേ? അതാ ഞാൻ പറഞ്ഞത്, ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്നതല്ലാതെ ഇപ്പൊ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എൻ്റെ കയ്യിലുണ്ട്, അതിന് വേണ്ട അത്യാവശ്യം കമ്മലും മാലയൊക്കെ എനിക്കുണ്ട്. ഈ ഇത്രയും ആഭരണങ്ങളും സ്വർണം തന്നെ ഇടണം, അത് അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പെട്ട് ഇട്ടോണ്ട് നിൽക്കണം എന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പെണ്ണുങ്ങൾ അത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, ഈ മുതൽക്കൂട്ടം അതിനകത്തൊരു ചേച്ചി പറഞ്ഞ വാക്കാ. ഒരു ചേച്ചി, അതേ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു ചേച്ചി സ്വർണം ഒരു പെൺകുട്ടികൾക്ക് സ്വർണം ഒരു മുതൽക്കൂട്ടാണ്. ഒരിക്കലും അല്ല, അതെനിക്ക് തോന്നിയിട്ടില്ല. സ്വർണ്ണമല്ല. ഇപ്പം ചിലരപ്പോൾ പറയും, അയ്യോ അപ്പം കല്യാണം കഴിച്ച് പോകുമ്പോഴത്തേക്കും ഇനി ഹസ്ബൻഡിനൊരു ബാധ്യത. അതെങ്ങനെയാവും? നമ്മൾ അധ്വാനിച്ചൊരു ജോബ് കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹത്തെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ഏറ്റവും നല്ലത്? അതല്ലേ നല്ല ഡിസിഷൻ? അതോ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് കൊടുക്കുന്നതാണോ? പാർട്ട്ണർ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും നാളെ ഒരു സമയത്ത് സാറിന് ഒരു ആവശ്യം വന്നാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു ജോബ് വേണം. അത് പെൺകുട്ടികൾ ചെയ്താൽ പോരെ? പിന്നെ ഈ ഡൗറി അല്ലെങ്കിൽ ഈ സ്വർണം പണം എന്ന് പറയുന്ന ഒരിക്കലും ഇപ്പൊ ഒരു മക്കളെ ഇതുപോലെ ഇത്രയും വളർത്തി അത് വേറൊരാൾ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴേക്കും അവര് നോക്കുന്നത് അവർക്കൊരു സ്വന്തം കുട്ടിക്ക് ഒരു നല്ല ജീവിതമാണ്. അതല്ലാതെ ഇത്ര തുക കൊടുത്ത് അല്ലെങ്കിൽ ഇത്ര സ്വർണം കൊടുത്ത് എൻ്റെ മോൾ അവിടെ അയക്കാന്ന് പറയുന്നത് അതൊരു ഹോസ്റ്റലിൽ പഠിക്കാൻ അയക്കുന്നതിന്, ഫീസ് കൊടുത്ത് പഠിക്കാൻ അയക്കുന്നതിന് തുല്യമാണ്. അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറച്ച് ഫീസ് കൊടുത്ത് എൻ്റെ മോളെ കുറച്ച് കാലം അവിടെ നിർത്തിക്കോണേ, അതിനുള്ള എമൗണ്ട് ആണ് ഇത് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതിന്റെ വേറൊരു വെർഷനാണ് ഈ സാധനം. ഇത്രയും കൊടുത്ത് ഞാൻ അയക്കുന്നുണ്ട്, അതുകൊണ്ട് സേഫ് ആയിട്ട് നോക്കാം. ഇത് കൊടുത്ത് അയച്ചില്ലെങ്കിൽ സേഫ് ആയിട്ട് നോക്കത്തില്ലേ? അതല്ലെങ്കിൽ ഇത് കഴിയുന്നത് വരെ സേഫ് ആയിട്ട് നോക്കുള്ളൂ, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു തരണേ. അത് തീരുമ്പം എന്താണ്
കാണുന്നില്ലേ ന്യൂസ്? അല്ല, അങ്ങനെ അങ്ങോട്ടേക്ക് പോകാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത് കൂടെ കൂട്ടേണ്ട കാര്യം എന്താ? നമ്മളൊരാളെ സെലക്ട് ചെയ്യുന്നത് അയാളുടെ പ്രോപ്പർട്ടി കണ്ടിട്ടോ അയാളുടെ വെൽത്ത് കണ്ടിട്ടോ ഒന്നുമല്ല. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഷെയർ ആയിട്ട് നിൽക്കാനും പാർട്ണറായിട്ട് നിൽക്കാനും ഒരാളാണ്. അങ്ങനെ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് എന്താണ്, പ്രോപ്പർട്ടി എന്താണ്, അയാളുടെ വെൽത്ത് എന്താണ്, അത് നോക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം നമ്മുടെയും കൂടെ ആവശ്യമാണ്. അപ്പം അവരുടെ മാത്രമാണെന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾ ഇത്രയും തന്നു ഇങ്ങനെ തന്നു ഞാൻ നോക്കിക്കോളാം എന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്ത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അവിടെ നമ്മൾ ബാർഗൈൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അവരുടെ സന്തോഷം എന്താണോ അവരത് ചെയ്യുന്നില്ല എന്നല്ല, അവരത് ചെയ്യുന്നുമുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ ബാർഗൈൻ ചെയ്യാൻ പോകുന്ന ഒരിക്കലും അത് ചെയ്തിട്ടുണ്ട്. എന്റെ പാരന്റ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെല്ലാം വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാനും സിസ്റ്ററും അങ്ങനെ തന്നെയാണ്. ഇപ്പോ എത്ര മക്കളുണ്ടോ ഒരു അച്ഛനും അമ്മയ്ക്ക് എത്ര മക്കളുണ്ടോ അവരെല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. അവരുടെ മക്കൾക്ക് അവരെന്താണോ കൊടുക്കാൻ അല്ലെങ്കിൽ നൽകാൻ ആഗ്രഹിക്കുന്നത് അവരത് ചെയ്യും. അത് നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്. അതിന് ഈ സന്ദർഭത്തിൽ അതങ്ങനെ പ്രശ്നമായിട്ട് കാണിക്കേണ്ട ഒരു ആവശ്യം അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ പെൺകുട്ടികൾക്ക് തീരെ വിലയില്ലേ? നമ്മളൊരു സാധനം പൈസ കൊടുത്തല്ലേ വാങ്ങിക്കുക, ഈ പൈസ കൊടുത്തു വിടുന്നത്, അപ്പൊ വിലയില്ല. അതേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനാണ് ഇവിടെ എന്റെ ദൈവമേ. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ന്യൂസ് വരാൻ തുടങ്ങിയല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ ആ കല്യാണത്തിനെ പറ്റി ഒന്നും ചിന്തിക്കാണല്ലോ. പിന്നെ മൊത്തത്തിൽ അങ്ങ് എയറിലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ ഒന്ന് താഴെ ഇറങ്ങിയത്. കൂടുതലും ഇവിടെ കമന്റ്സ് വന്നത് കേൾക്കുകയാണ്. എന്നിട്ട് കുറച്ച് എനിക്ക് വന്നിട്ടുണ്ട്, ഞാനെന്താ ചോദിച്ചില്ലേ, അപ്പൊ അതൊന്നും വേണ്ടേ എന്നൊക്കെ ചെയ്തു. നമ്മൾ എന്തിനാണ് അതൊക്കെ ആവശ്യപ്പെടുന്നത്? നമ്മുടെ ലൈഫിന് രണ്ടുപേർക്കും ഒരേപോലെ ആവശ്യം, ഒരു പാർട്ണർ എന്നുള്ള കണക്കിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ആവശ്യപ്പെടേണ്ട കാര്യമില്ല, അവരത് നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം എന്റെ വീട്ടിൽ നിന്നായാലും ഒരാളെ അയക്കുമ്പോഴേക്കും ഞാനും ഇതേ കൺസെപ്റ്റിൽ തന്നെയായിരിക്കും. അല്ലേ, നമ്മൾ വില കൊടുത്തിട്ടല്ലല്ലോ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ ഇത്രയും ബോൾഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഇതൊന്ന് കല്യാണം കഴിഞ്ഞ് ഈ കമന്റ്സ് വരാൻ തുടങ്ങിയ സമയത്ത്, ഇത്രയും നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത്? എന്തിനാ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും അതെല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പൊ അതിനെതിരായിട്ട് ഞങ്ങൾ ചെയ്ത അയ്യോ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് മോശമായിപ്പോയി എന്ന് ഞങ്ങൾക്ക് തോന്നിയാലല്ലേ ഞങ്ങളത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം. അങ്ങനെ അഫക്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഒരു കാര്യം മാത്രം എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ അച്ഛനെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. അച്ഛന് കഴിവില്ലാത്തതുകൊണ്ടാണോ ഞാൻ അവിടെ നിന്ന് സംസാരിച്ചത്? ഒരിക്കലും അല്ല. എൻ്റെ അച്ഛന് കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലൊരു മോളായി മാറിയത് അല്ലേ. അവരെനിക്ക് കൊച്ചിലെ മുതലേ LKG പഠിക്കുമ്പോൾ പോലും എൻ്റെ അമ്മ ടൈം ടേബിൾ എടുത്ത് തന്നെ എനിക്ക് ഓർമ്മയില്ല. എല്ലാം തന്നെ, ഫുഡ് എടുക്കുന്നത് തന്നെ, അങ്ങനെ ഒന്ന്, കാരണം അങ്ങനെ വളർത്തി. അതുകൊണ്ടല്ലേ ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വന്ന് ഇങ്ങനെ നിൽക്കാൻ കാര്യവും അച്ഛന്റെ ഹോൾഡും കോണ്ടാക്ട്സും വഴി തന്നെയാണ്. അപ്പൊ അച്ഛൻ അത്രയും ഇനിഷ്യേറ്റ് എടുത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നതും. പിന്നെ പ്രായമായി തുടങ്ങുമ്പോഴേക്കും എല്ലാവർക്കും ഈ ആരോഗ്യ പ്രശ്നവും ദേഹാസ്വാസ്ഥ്യവും ഒക്കെ ഉണ്ടാവുന്നതല്ലേ. അതിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അച്ഛന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സ്ട്രോക്ക് വന്നതാണ്. അപ്പം അതൊന്നും എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അപ്പൊ അച്ഛന് എവിടെ പോയി, കാരണവന്മാരില്ല, എനിക്ക് എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ അവർക്കൊന്ന് മീഡിയ എന്ന് പറയുന്നത് ഞാനൊരു ഫാക്ടർ കാരണം അവിടെ വന്നേക്കുന്നത്. അപ്പൊ ആ മീഡിയ ഹാൻഡിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, അല്ലാതെ എൻ്റെ വീട്ടുകാർക്കല്ല. അതുകൊണ്ടാണ് അച്ഛനും ഒന്നും ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അവരോട് നല്ലൊരു സമയത്ത് അച്ഛൻ ആ പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചെങ്കിൽ ഇപ്പൊ അച്ഛൻ ഏറി നിന്നേനെ. എന്തിനാണ് വയസ്സായ കാലത്ത് അങ്ങനെ ഒരു ടെൻഷൻ കൊടുക്കുന്നത്? പക്ഷെ അത് മാത്രം എനിക്ക് ഹേർട്ട് ചെയ്തു. അച്ഛനെയും അമ്മയും പറഞ്ഞത് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ അവിടെ എൻ്റെ വീട്ടിലിരുന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛ ഫീൽ ചെയ്താ അച്ഛൻ നിനക്ക് ഈ പോടിയാണ്, നിനക്ക് വേറെ പണിയൊന്നും എന്നിട്ട് അച്ഛൻ പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ അവിടെയും പ്രശ്നമില്ല. ഇംഗ്ലീഷിൽ സൂപ്പറാ. This tire should retire ta. This one also. ഇനി നിങ്ങളുടെ വീഡിയോന് താഴെ, മാരേജ് വീഡിയോന് താഴെ വന്ന കുറച്ച് ഞരമ്പ് കമന്റ്സാ. ഓക്കെ, എവിടെ കല്യാണ പെണ്ണിന്റെ മുഖത്ത് നാണം എവിടെ എന്നുള്ളതാണ് കുറെ മനസ്സിൽ പറയാൻ തുടങ്ങിയായിരുന്നു. ഇനി ഒരു സംഭവം കൂടെ അതിനകത്തുണ്ട്, ആ നാണത്തിന്റെ ഇങ്ങോട്ട് വന്നു. കല്യാണ മണ്ഡപത്തിൽ ഒരു പെണ്ണിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്ന, എന്റെ ദൈവം എന്താ ഇത്? ഈ പെൺകുട്ടി ഇച്ചിരി ഓവറാണോ? എന്തൊരു സാമർത്ഥ്യമാണ് ഈ കുട്ടിക്ക്. എന്താണ് ആക്ച്വലി ഇവരുടെയൊക്കെ പ്രശ്നം? എന്തായിരിക്കും ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്ന സമയത്ത്? ചേച്ചിക്ക് എന്താ തോന്നുന്നേ? ഫ്രസ്ട്രേഷൻ ആണോ? ഓഫ് കോഴ്സ് ഫ്രസ്ട്രേഷൻ. അവർക്ക് പറ്റാത്തത് മറ്റൊരാൾ ചെയ്ത് കാണുമ്പോൾ ഫ്രസ്ട്രേഷൻ. കൂടുതലും ഗേൾസ് അല്ലേ? അതെ, ഫ്രസ്ട്രേഷൻ.
അവർക്ക് പറ്റുന്നില്ല. അവര് ഈ പറഞ്ഞതുപോലെ മൊത്തത്തിൽ തേഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ മറ്റൊരാള് ഇങ്ങനെ കുറച്ച് നന്നായിട്ടൊക്കെ പറയുന്നത് കാണുമ്പോൾ ഫ്രസ്ട്രേഷൻ അത്രേ ഉള്ളൂ. അത് പിന്നെ ഈ നാണിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അത്തരത്തിൽ നാണിക്കേണ്ട ഒരു സന്ദർഭം അല്ലല്ലോ വിവാഹം. വിവാഹം എന്ന് പറഞ്ഞാൽ എന്ത് നാണക്കേടാ? ഒരാൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല ഒരിക്കലും വിവാഹം എന്ന് പറയുന്നത്. ഇനി വേറൊരു കൂട്ടരുണ്ട് ചേച്ചി, ഓണത്തിന്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ ഈ കല്യാണം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവിടെ ഓൺലൈൻ ന്യൂസ് വന്നല്ലോ. അതിൽ പലതിലും തമ്പ് ചേച്ചി ദേഷ്യപ്പെട്ട് നിൽക്കുന്ന തമ്പ് ചേച്ചിയുടെ ഫോട്ടോ, എന്നിട്ട് ഇത് കണ്ടു നിങ്ങൾ, ഇത് കണ്ടോ നിങ്ങൾ ഞെട്ടും, മണവാട്ടി പ്രതികരിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോശം റിയാക്ഷൻസ്. ഞാൻ ഇങ്ങനെ നിന്നത് എന്നാ ഞാൻ അവിടെ മുഴുവൻ ചിരിച്ചോണ്ടിരുന്ന ഫോട്ടോ ഇല്ല. അത് ഇവരുടെ ഒരു മീഡിയ ടെക്നിക്കാണ്. കാരണം ഇങ്ങനെ ഒരു കല്യാണത്തിൽ സാധാരണ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും നാച്ചുറലി സംഭവിക്കുന്നത് അതാണ്. അപ്പൊ അതിൽ നിന്ന് മാറ്റി ഒന്ന് എന്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നത് എന്ന് ആൾക്കാർ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിക്ക് അവിടെ കൊടുത്താലേ മീഡിയാസിന് പ്രൊമോഷൻ കിട്ടുള്ളൂ, അവർക്ക് റീച്ചും ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ക്ലിപ്പ് തന്നെ അവർ ചൂസ് ചെയ്തെടുത്ത് അതിനകത്ത് എനിക്ക് മനസ്സിലാത്തത് ഇവരവിടെ നടക്കുന്ന എല്ലാം കണ്ടോണ്ടിരിക്കുക, എന്നിട്ട് ഇത് വിടാൻ കാണിച്ച മനസ്സിനെ അനുമോദിക്കുന്നു. അവർക്ക് റീച്ച് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഓഫ് വെർഷൻ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. ഈ കല്യാണ മണ്ഡപത്തിലിരുന്ന ഒരു പെൺകുട്ടി സന്തോഷിച്ചാൽ എല്ലാവരും സന്തോഷിക്കും. എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആരും പെട്ടെന്നൊന്ന് നോക്കിപ്പോ ഇതിനകത്ത് എന്താ സംഭവം എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിട്ട് കാണിച്ച ഒരു ടെക്നിക്ക് മാത്രമാണ്. ഈ എന്താന്നുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, അതിനൊരു ചേച്ചിയുടെ കമന്റ് ആണേ, ഓ താലി കെട്ടിയ ഉടനെ അവൾ എന്താകുമോന്ന് പറഞ്ഞത്. അത്ര പോലും ചിന്തിക്കാനുള്ള കഴിവില്ല ഇവർക്ക്. എനിക്ക് സഹതാപമാണ് എല്ലാരോടും, എനിക്ക് സഹതാപം. അങ്ങനെ പറയുന്ന എല്ലാരോടും എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഗൗരി കൃഷ്ണൻ. ശക്തമായ കഥാപാത്രങ്ങളിലൂടെയാണ് ഗൗരി മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്നത്. ഏഷ്യാനെറ്റിലെ പ്രശസ്തമായ ഹിറ്റായ ഒരു സീരിയലിൽ നായികയായി ഗൗരി കൃഷ്ണൻ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താരം. എന്നാൽ തന്റെ വിശേഷങ്ങളൊന്നും തന്നെ മടികൂടാതെ യൂട്യൂബ് ചാനലിലൂടെ ഗൗരി പങ്കുവയ്ക്കാറുമുണ്ട്.